A very good morning to one and all. Today we are discussing about chi-square test. So chi-square test is one of the major important commonly widely used test which is used for testing the hypothesis. Most widely used non-parametric test ആണ് chi-square test എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. That is ഇതിനെ നമ്മൾ സ്പെല്ല് ചെയ്യുന്നത് CHISQUARE എന്നാണ് കേട്ടോ. പക്ഷെ നമ്മൾ വായിക്കുമ്പോൾ ഇതിന് chi-square test എന്നാണ് പറയാം. സോ മോസ്റ്റ് വൈഡ്ലി യൂസ്ഡ് നോൺ പാരാമെട്രിക് ടെസ്റ്റ് ആണ് chi-square test എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ദ സ്റ്റാറ്റിസ്റ്റിക്കൽ ടെസ്റ്റ് ഇൻ വിച്ച് ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക്സ് ഫോളോ എ chi-square ഡിസ്ട്രിബ്യൂഷൻ ഈസ് കോൾഡ് chi-square test. അതാണ് അതിൻ്റെ മീനിങ് എന്ന് പറയുന്നത്. ദാറ്റ് ഫോളോസ് എ chi-square ഡിസ്ട്രിബ്യൂഷൻ വിച്ച് ഈസ് നോൺ ആസ് chi-square test. This is the test in order to test the significant difference between observed frequencies and expected frequencies. നമ്മൾ ഒബ്സർവ് ചെയ്യുന്ന ഫ്രീക്വൻസിയും നമ്മൾ പ്രതീക്ഷിക്കുന്ന ഫ്രീക്വൻസിയും തമ്മിലുള്ള ഡിഫറൻസ് ആണ് ഈ chi-square ടെസ്റ്റിൽ നമ്മൾ പഠിക്കുന്നത്. ദിസ് ടെസ്റ്റ് ഈസ് ഡെവലപ്ഡ് ബൈ പ്രൊഫസർ കാൾ പിയേഴ്സൺ ഇൻ 1990. The major use of chi-square test are useful for the test for goodness of fit, useful for the test of independence of attributes, useful for testing homogeneity, useful for testing given population variance. ഇങ്ങനെ പല കേസുകളായിട്ട് 4 കേസുകളായിട്ടാണ് chi-square ടെസ്റ്റിനെ ഡിവൈഡ് ചെയ്യുന്നത്. Test of goodness of fit. So this is the first test which is applied to the chi-square test. The test of goodness of fit, that is, it can be used to ascertain how theoretical distribution fit the data. തിയററ്റിക്കൽ ഡിസ്ട്രിബ്യൂഷൻ എത്രത്തോളം ഫിറ്റ് ചെയ്യുന്നുണ്ട്, ഡാറ്റയുമായിട്ട് ഫിറ്റ് ചെയ്യുന്നുണ്ട് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ടെസ്റ്റാണ് ടെസ്റ്റ് ഓഫ് ഗുഡ്നെസ് ഓഫ് ഫിറ്റ് എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ അപ്ലൈ ചെയ്യുന്നത് വെദർ ദർ ഈസ് എ ഗുഡ്നെസ് ഓഫ് ഫിറ്റ് ബിറ്റ്വീൻ ഒബ്സർവ്ഡ് ഫ്രീക്വൻസീസ് ആൻഡ് എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസീസ് എന്നുള്ള നൾ ഹൈപ്പോത്തിസിസ് ആണ് നമ്മളിവിടെ ടെസ്റ്റ് ചെയ്യുന്നത്. So the steps involved is, first one, there is goodness of fit between observed frequencies and expected frequencies. Observed frequency എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ക്വസ്റ്റ്യനിൽ തരുന്നതാണ്. എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസീസ് എന്ന് പറഞ്ഞാൽ വി ഹാവ് ടു കാൽക്കുലേറ്റ് ഫൈൻഡ് ഔട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ്, അല്ലെങ്കിൽ ഇൻ ബിറ്റ്വീൻ ക്വസ്റ്റ്യനിൽ ക്ലൂ ആയിട്ട് നമുക്ക് തരുന്നതാണ്. ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക്സ് ഫോർമുലയാണ് chi-square is equal to sigma O minus E divided by E whole square. That is, O is observed frequency, E means expected frequencies. So here degree of freedom is n minus r minus 1, where n is the number of independent constraints, r is the number of parameters. Level of significance is 5% and 1%. ഒരു എക്സാമ്പിൾ നോക്കാം. The number of road accidents per week in a certain city were as follows: 12, 8, 20, 2, 14, 10, 15, 6, 9, 4. Are these frequencies in agreement with the belief that the accident occurs were the same during the 10 weeks period? അപ്പോൾ ഇതിൽ ഒബ്സർവ്ഡ് ഫ്രീക്വൻസി എന്ന് പറയുന്നത് നമ്മൾ 12, 8, 20 എന്നുള്ളതാണെങ്കിൽ എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസി എന്ന് പറയുന്നത് 10 ഓക്കെ. അപ്പോൾ നമുക്കിതിനെ എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. There is goodness of fit between observed frequencies and expected frequencies. Test statistic is chi-square is equal to sigma O minus E divided by E whole square. ഇനി നമ്മളൊരു ചാർട്ട് രൂപത്തിൽ ഇത് കാൽക്കുലേറ്റ് ചെയ്യാണ്. O നമ്മൾ എഴുതി, E 10 എന്ന് എഴുതി, O മൈനസ് ഇ ഹോൾ സ്ക്വയർ, O മൈനസ് ഇ ഹോൾ സ്ക്വയർ കഴിഞ്ഞിട്ട് അതിനെയാണ് നമ്മൾ E കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ O മൈനസ് ഇ ഹോൾ സ്ക്വയർ എന്ന് പറയുന്നത് 12 മൈനസ് 10 അതിൻ്റെ സ്ക്വയർ, അപ്പോൾ 2ൻ്റെ സ്ക്വയർ 4, 8 മൈനസ് 10 4ൻ്റെ സ്ക്വയർ. ഇവിടെ സൈന് നമ്മൾ ഇഗ്നോർ ചെയ്യണം. എന്നിട്ട് അതിനെ നമ്മൾ ഇ കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നതിനാണ് 0.4 എന്നൊക്കെ വരുന്നത്. അപ്പോൾ ഈ O മൈനസ് ഇ ബൈ ഇ ഹോൾ സ്ക്വയർ അല്ല, O മൈനസ് ഇ ഹോൾ സ്ക്വയർ ബൈ ഇ ആണ് കേട്ടോ. ചെറിയ മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട്. അപ്പോൾ അത് തിരുത്തി അങ്ങനെ ഫോർമുല എഴുതണം. O മൈനസ് ഇ ഡിവൈഡഡ് ബൈ സിഗ്മ O മൈനസ് ഇ ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ ഇ എന്നാണ് കേട്ടോ ഫോർമുല വരുന്നത്. അപ്പോൾ ഫോർമുലയിൽ ചെറിയൊരു ചേഞ്ച് ഉണ്ട്. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് chi-square 26.6 എന്നുള്ള വാല്യൂ കിട്ടും. അതിൽ ഡിഗ്രി ഓഫ് ഫ്രീഡം n മൈനസ് r മൈനസ് 1
സോ n ഈസ് ദ നമ്പർ ഓഫ് കോൺസ്ട്രെയിൻസ്, ഇൻഡിപെൻഡൻറ്റ് കോൺസ്ട്രെയിൻസ് ആണ് 10. പാരാമീറ്റർ യൂസ് ചെയ്തിട്ടില്ല, അപ്പോൾ 0 ആണ്. 0 ആയിരിക്കും മിക്കവാറും എല്ലാ കേസുകളിലും ഉണ്ടാവുക. 1 ഈസ് ഈക്വൽ ടു 9. ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് 5%. ഇനി കൈ സ്ക്വയർ ടേബിൾ യൂസ് ചെയ്തിട്ട് ടേബിൾ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യണം. ദ ഡിഗ്രി ഓഫ് ഫ്രീഡം 9, ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് 5%. അതിൽ നിന്ന് ഒരു നോർമൽ കർവ് ഡ്രോ ചെയ്യുക. അതിനുശേഷം ഈ ഡിസിഷൻ മേക്കിങ്ങിൽ ആക്സെപ്റ്റ് ചെയ്യണോ റിജക്റ്റ് ചെയ്യണോ എന്ന് നോക്കാം. ആൻസർ വരുന്നത് നൾ ഹൈപ്പോത്തസിസ് റിജക്റ്റഡ് എന്നാണ്. അപ്പോൾ ഇത് കാൽക്കുലേറ്റ് ചെയ്തിട്ട് നോക്കുക. എന്നിട്ട് നമുക്ക് ബാക്കിയുള്ള എക്സസൈസും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യാവുന്നതാണ്. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഈ വീഡിയോ വാച്ച് ചെയ്തതിന് പ്രത്യേക താങ്ക്സ്.